യുവതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും രക്ഷയില്ലാത്തൊരു സാഹചര്യം എത്തിയപ്പോഴായിരിക്കാം അവർ പരാതി കൊടുത്തത് എന്നും നമുക്ക് കരുതാം. ചിലപ്പോൾ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സമ്മർദ്ദം അവരിലുണ്ടായിക്കൂടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടായാൽ ഇത്രയും നാളും പരാതി കൊടുക്കാതിരുന്ന ആൾ സ്വന്തം ഐഡൻറ്റിറ്റി വെളിയിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മോശക്കാരിയായി മാറും എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നിട്ട് പോലും അവർ വരുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം എന്തായാലും ഇതിനകത്തൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്, ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ഉണ്ടാവും, എല്ലാത്തിനും പൊളിറ്റിക്സ് ഉണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പുറത്തു വരുന്ന അതീവ ഗുരുതരമായ ഒരുപാട് കാര്യങ്ങളാണ്. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇനി തെളിയിക്കാനുള്ളതാണ്. പക്ഷേ രാഹുലിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി അത് ഏറെക്കുറെ ഇവിടെ അവസാനിക്കുമെന്ന് കരുതാൻ കഴിയും. ഈ കണ്ടിട്ടുള്ള FIR ഇപ്പം ഇന്ന് വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മുടെ BNS ഭാരതീയ ന്യായ സംഹിത അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ പുള്ളി കുറ്റം ചെയ്തു എന്ന് സാധാരണ പൊതുസമൂഹത്തിന് തന്നെ ബോധ്യമാകുന്ന രീതിയിലുള്ള ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റുകളുമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അത് അടിസ്ഥാനത്തിലുള്ള FIR-ഉമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പം പോലീസ് ഇന്നലെ മുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അവരുടെ രഹസ്യമൊഴി എടുക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും. പക്ഷേ ഇതുവരെ വന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും.